ലൈക്ക് ചോറും മീനുമാണ്. ചോറ്, മീൻ, ചീനി ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഡയറ്റ് തന്നെയാണ് നമ്മുടെ മനസ്സിൽ വരിക. അത് പണ്ട് കുഴപ്പമില്ലായിരുന്നു. കാരണം അത് നമ്മൾ പണ്ടൊരു അഗ്രേറിയൻ എക്കോണമി ആയിരുന്നു, അഗ്രികൾച്ചർ ആയിരുന്നു ആൾക്കാരെല്ലാം കൂടുതലും ആൾക്കാരും ചെയ്തിരുന്നു. അതുകൊണ്ട് അധികം ബാധിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ കൂടുതലും സെഡൻറ്ററി ആണ്, കൂടുതലും സർവീസ് റിലേറ്റഡ് ജോബ്സ് ആണ്, എല്ലാവരും സെഡൻറ്ററി ആയിട്ടുള്ള ജോബ്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ മാറുമ്പോൾ നമ്മുടെ ഡയറ്റും ചേഞ്ച് ചെയ്തേ പറ്റും. പക്ഷേ നമ്മുടെ ഡയറ്റ് കാര്യമായിട്ട് ചേഞ്ച് ചെയ്തിട്ടില്ല, പക്ഷേ ലൈഫ് സ്റ്റൈൽ കുറേ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ ഡയറ്റ് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് എന്താ, ലോ കാർബ് അല്ല, കാർബ് റെസ്ട്രിക്റ്റഡും പ്രോസസ്ഡ് ഷുഗർ കുറച്ചിട്ട് പ്രോട്ടീൻസ് ആവശ്യത്തിന് കഴിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഡയറ്റ്. ഇപ്പോൾ ഐഡിയലി കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഡയബറ്റിക് പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് പ്രൂവൺ ആയിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ളത്. അതിനകത്ത് അവർ പറയുന്നത് വെച്ചാൽ അതിനകത്ത് ക്വാണ്ടിറ്റി ഓഫ് പ്രോട്ടീൻ അവർ പറയുന്നില്ല, ജസ്റ്റ് പ്രൊപ്പോർഷൻസ് ആണ്. എത്ര കാർബോഹൈഡ്രേറ്റ്സിന്റെ സോഴ്സ് എടുക്കുന്നു, അത് ചോറ് മാത്രമല്ല, ചപ്പാത്തി ആണെങ്കിലും ദോശയാണെങ്കിലും പുട്ടാണെങ്കിലും അതിൻ്റെ അത്രയും തന്നെ വോളിയം പ്രോട്ടീൻ എടുക്കുക. അതിൻ്റെ ഇരട്ടി ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഇപ്പോൾ ചീര, മുരിങ്ങയില, അങ്ങനത്തെ സാധനങ്ങൾ, അങ്ങനത്തെ വെജിറ്റബിൾസും ലൈക്ക് സ്റ്റാർച്ച് കണ്ടന്റ് കുറവുള്ള ക്യാരറ്റും ബീൻസും അല്ലെങ്കിൽ കോവയ്ക്ക, ഈ വെണ്ടയ്ക്ക, മറ്റേ ഈ ഗോഡ്സിന്റെ വെറൈറ്റി ഉണ്ടല്ലോ, പടവലങ്ങ, അച്ചിങ്ങ, പീച്ചിങ്ങ, അങ്ങനത്തെ സാധനങ്ങളും, അങ്ങനത്തെ വെജിറ്റബിൾസ് ഇരട്ടിയായിട്ട് ഇപ്പൊ നമ്മൾ എത്ര ചോറ് എടുക്കുന്നു അതിന്റെ ഇരട്ടി എടുക്കുക. ക്വാണ്ടിറ്റി അവർ റെസ്ട്രിക്ട് ചെയ്യുന്നില്ല, പക്ഷേ പ്രൊപ്പോർഷൻസ് ആണ്. അപ്പോൾ നമുക്ക് 2 സെർവിങ് റൈസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ അനുപാതമായിട്ട് 4 സെർവിങ്സ് വെജിറ്റബിൾസ് എടുത്തിരിക്കണം. ആൻഡ് 2 സെർവിങ് റൈസ് എടുക്കുകയാണെങ്കിൽ 2 സെർവിങ് പ്രോട്ടീൻസും എടുത്തിരിക്കണം. അങ്ങനെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ എത്ര ഫുഡ് വേണമെങ്കിൽ കഴിക്കാം, പക്ഷേ നമ്മുടെ ബ്ലഡ് ഷുഗർ അതേപോലെ കൺട്രോൾഡ് ആയിരിക്കും എന്നുള്ളത് അത് പ്രൂവൺ ആണ്. കുറേ സ്റ്റഡീസും വന്നിട്ടുണ്ട് ഡയബറ്റിക് പ്ലേറ്റ്. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും വലിയ ചാലഞ്ച്, ഇപ്പോൾ നിങ്ങളൊരു കോൺസ്റ്റൻ്റ്ലി ട്രാവലിംഗ് ആയിട്ടുള്ള മേ ബി ഒരു ലോറി ഡ്രൈവറാണ്, അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് ഷിഫ്റ്റ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു IT പ്രൊഫഷണലാണ്. ഫുഡ് പലപ്പോഴും പല സമയത്തും ആയിരിക്കും കഴിക്കുന്നത്, റെഗുലറായിട്ട് ഒരു സമയത്തായിരിക്കത്തില്ല കഴിക്കുന്നത്. ആൻഡ് ലേറ്റ് നൈറ്റ് ജോലി കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴായിരിക്കും, ചിലപ്പോൾ ഒരു 10 മണിക്കോ 12 മണിക്കോ ആയിരിക്കും ഫുഡ് കഴിക്കുന്നത്. ആ ഫുഡ് കഴിക്കുന്ന സമയം ആകെ അവൈലബിൾ ആയിട്ടുണ്ടാവുന്ന ഓപ്ഷൻ വല്ല കുഴിമന്തിയോ ബിരിയാണിയോ അല്ലെങ്കിൽ അൽഫാമോ ഒക്കെ ആയിരിക്കും. ആൻഡ് അത് ഈ സിറ്റുവേഷൻ തന്നെയാണ് എല്ലായിടത്തും. ഇപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ ഇപ്പോൾ കൊച്ചി വരെയോ കാസർഗോഡ് കണ്ണൂർ വരെയോ യാത്ര ചെയ്താൽ ഇതൊക്കെ തന്നെ മെയിനായിട്ടും കണ്ടിന്യൂസ്ലി എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷനുള്ളൂ. അല്ലാതെ പറയുന്ന പോലെ വെജിറ്റബിൾസോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ചൂസി ആയി പോയാൽ ഭയങ്കര ഓപ്ഷൻസ് ഭയങ്കര ലിമിറ്റഡ് ആണ് പുറത്തുനിന്ന് കഴിക്കുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത് കുക്ക് ചെയ്ത് ഫുഡ് കൊണ്ട് നടക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് വർക്ക് ചെയ്യും. നമ്മൾ ഹെൽത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യാതെ ഒരു വർക്കിനെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ ഇവൻച്വലി ഹെൽത്ത് നമ്മൾ ഡിഗ്രേഡ് ചെയ്യും. ഈ ഹെൽത്ത് ഡിഗ്രേഡ് ചെയ്താൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റാതെ ആയിപ്പോൾ. അതുകൊണ്ട് മെയിനായിട്ടുള്ള ചാലഞ്ച്, കുക്കിങ്ങിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഈവൻ സ്കൂൾ ലെവലിൽ പോലും എങ്ങനെ ഫുഡ് കുക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ ഒരു ചെറുതായിട്ടൊരു കിച്ചൺ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യാമെന്നോ ഉള്ളത് കാര്യമായിട്ടൊന്നും ആരും ചെയ്യുന്നില്ല. ചെറിയ സംരംഭങ്ങൾ ഉണ്ടാകുന്നുണ്ട് എങ്കിലും അത് മിക്കവാറും ഒരു സ്കൂൾ പ്രോജക്റ്റിലൊക്കെ അങ്ങ് ഒതുങ്ങിപ്പോകും. പക്ഷെ അത് പ്രാവർത്തികമാക്കുന്നത് പിന്നെ ഒരു ലോങ് റണ്ണിൽ ലൈഫിൽ അത് പ്രാവർത്തികമാക്കുന്നില്ല. അതാണ് മെയിനായിട്ടുള്ള റീസൺ. അങ്ങനത്തെ അപ്രോച്ചസ് ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും അത് പ്രായോഗികമായിരിക്കത്തില്ല. ഫോർ എക്സാമ്പിൾ, ഭയങ്കര മുട്ടുവേദനയുള്ള ചിലപ്പോൾ മുട്ടിന് തേയ്മാനമുള്ള ഒരാൾ, അവർക്ക് നോർമലി നടക്കുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ പെട്ടെന്നായിരിക്കും അവർ ഈ 4.5 കിലോമീറ്റേഴ്സ് 45 മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് കേൾക്കും. അപ്പോൾ അങ്ങനെ അവർ സ്ട്രെനുവസ് ആയിട്ട് നടന്നു തുടങ്ങുമ്പോൾ മുട്ടിന് ഭയങ്കര വേദനയാവും. ആൻഡ് അത് അവർക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന മൊബിലിറ്റി വരെ അത് കാരണം കുറയും. അപ്പോൾ ശരിക്കും ഫിസിക്കൽ ആക്ടിവിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രെങ്ത് ട്രെയിനിങ്ങും. ഇപ്പോൾ മസിൽസ് എല്ലാം നമ്മുടെ വീക്ക് ആണെങ്കിൽ നമ്മൾ ചുമ്മാ പോയിട്ട് ഓടാനും ചാടാനും നിന്നാൽ ചിലപ്പോൾ നമ്മുടെ ജോയിൻസ് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്തൊന്നും വരത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഒരേ കാര്യം തന്നെ വർക്ക് ആവണമെന്നില്ല, എല്ലാവർക്കും ഒരേ കാര്യം തന്നെ ചെയ്യാനും പറ്റണം. പക്ഷേ നമ്മളത് പ്ലാൻ ചെയ്ത് എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള കാര്യം, അതായത് ഓരോരുത്തർക്കും പേഴ്സണലൈസ്ഡ് ആയിട്ട് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടും അഡ്വൈസസ് ലൈക്ക് ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വരുത്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഈ 45 മിനിറ്റ്സ് കൊണ്ട് 4 കിലോമീറ്റർ നടന്നില്ലെങ്കിലും ഒരു 10 മിനിറ്റ് 4 വെട്ടുമായിട്ട് നടന്നാൽ തന്നെ 40 മിനിറ്റ് ആയല്ലോ. അപ്പോൾ അത്രയും ഇമ്പാക്റ്റും വരത്തില്ല. ഇപ്പോൾ ജോയിൻറ്റ് പ്രോബ്ലംസ് ഉള്ള ആൾക്ക് അത്രയും പ്രോബ്ലം വരത്തില്ല.